തുടരും സിനിമയിലെ മറഞ്ഞിരിക്കുന്ന ഡീറ്റെയിലുകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ തരുൺ മൂർത്തി. ചില കഥാപാത്രങ്ങളുടെ നിർദ്ദേശമെന്ന് കരുതപ്പെടുന്ന സംഭാഷണങ്ങൾ എങ്ങനെ ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നു എന്ന് സംവിധായകൻ വ്യക്തമാക്കുന്നുണ്ട്. മണിയനെ അന്വേഷിച്ച് വീട്ടിലെത്തുമ്പോൾ ആ കഥാപാത്രത്തിന്റെ അമ്മയുടെ പ്രാക്ക് എങ്ങനെ ചിത്രത്തിൽ നിർണായകമാകുന്നു എന്ന് തരുൺ മൂർത്തി പറയുന്നു. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖത്തിന്റെ മകന്റെ കൂട്ടുകാർ വരുമ്പോൾ പവിയോട് പറയുന്ന ഡയലോഗും യാഥാർത്ഥ്യമായി വരുന്നതിനെ കുറിച്ചും സംവിധായകൻ പറയുന്നുണ്ട്. തരുൺ മൂർത്തിയുടെ വാക്കുകൾ ഇങ്ങനെ: ബെൻസ് മണിയനെ അന്വേഷിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. ആ സീൻ കണ്ട് നമ്മളെല്ലാവരും ചിരിച്ചു. ആ സീനിൽ എല്ലാം കഴിഞ്ഞ് മണിയന്റെ അമ്മയുടെ അടുത്ത് വന്ന് ബെൻസ് ചോദിക്കും, മണിയന്റെ അമ്മേ എന്റെ വണ്ടി എന്ന്. ഇറങ്ങിപ്പോട നാറി എന്ന് പറഞ്ഞ് വന്നവർ ഇറങ്ങിപ്പോകുന്നതിനിടയ്ക്ക് അവർ നീയും നിന്റെ വണ്ടിയും നശിച്ച് നാറാണക്കല്ലെടുക്കുമെടാ എന്നൊരു പ്രാക്കുണ്ട്. ആ പ്രാക്കിൽ ഈ സിനിമ ഒന്ന് ആലോചിച്ചു നോക്കിയേ. പവിയുടെ സുഹൃത്തിന്റെ വേഷം ചെയ്യുന്ന സംഗീതും മറ്റുള്ളവരും വീട്ടിൽ വരുന്ന സീനുണ്ടല്ലോ. ബസ് സ്റ്റാൻഡിൽ അവിടെ എല്ലാവരോടും കാറിൽ കയറാൻ പറയുന്നു. മകൻ മലങ്കൾട്ട് എന്ന് പറഞ്ഞ വണ്ടി ഇവരെല്ലാം വിന്റേജ് കാറായി കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ മലങ്കൾട്ട് വണ്ടിയല്ലേ, പോയി ഡിക്കിയിൽ കയറട എന്ന് പറയും. ചില വാക്കുകൾ ചില ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സീനിൽ നമ്മളെല്ലാം ചിരിച്ചതാണ്. ആ സീനിൽ ലാലേട്ടൻ എന്റെ നെഞ്ചിലൊരു ഘനം, ഞാനൊന്ന് പോയി സ്റ്റേഷൻ വരെ പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും നെഞ്ചിലുള്ള ഘനം? ആ സമയത്തായിരിക്കണം അവിടെ ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരുന്നത്. ചില ഉൾവിളികളാണ്. അന്ന് അയാൾ പോയില്ലായിരുന്നെങ്കിൽ അയാൾ ഇതൊന്നും ചെയ്യേണ്ടി വരില്ലായിരിക്കും. അങ്ങനെയും കൂടെ ഒരു റീഡിംഗ് ഉണ്ടായിരുന്നു. അതിന് കാർത്തിക് സൂര്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് തരുൺ മൂർത്തി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.